السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن علي بن أبي طالب رضي الله عنه قال: كان النبي صلى الله عليه وسلم يصلي قبل العصر 4 ركعات يفصل بينهن بالتسليم على الملائكة المقربين ومن تبعهم من المسلمين والمؤمنين. رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. ബാബി സുന്നത്തിൽ അസ്ർ നമസ്കാരത്തിന്റെ സുന്നത്ത് എന്ന ശീർഷകത്തിൽ എന്ന ഹദീസിന്റെ ബാബിൽ 3 ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസിലുള്ളത്. മറ്റൊരു ഹദീസിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നാണ്. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അദ്ദേഹം പറയുകയാണ്: റഹിമല്ലാഹു ഇംറിഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4. അസ്ർ നമസ്കാരത്തിന് മുൻപ് 4 റക്അത്ത് നിസ്കരിച്ച ഒരാൾക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസിലുള്ളത് കാന യുസല്ലി ഖബ്ലൽ അസ്രി റക്അത്തൈനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന് മുൻപ് 2 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയോട് ഈ 2 ഹദീസുകളെ സംബന്ധിച്ചും ചോദിക്കുന്നുണ്ട്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ 2 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ 4 റക്അത്ത് നമസ്കരിച്ച ആളുടെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യം ചൊരിയട്ടെ എന്നുമുള്ള ഹദീസുകൾ എങ്ങനെയാണ് പരസ്പരം വിരുദ്ധമല്ലേ, വൈരുദ്ധ്യമല്ലേ അവയിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കിട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിക്കും. ഏതെങ്കിലും കാരണവശാൽ ആ 4 റക്അത്ത് നമസ്കരിക്കാൻ കഴിയാതെ വന്നാൽ, സമയമില്ല, അപര്യാപ്തമാണ്, ഇഖാമത്ത് വിളിക്കാൻ സമയമായി എന്ന് കണ്ടാൽ പെടുന്നനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തുകൾ നമസ്കരിക്കാറുണ്ട്. എന്നാൽ 4 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 2 സവിശേഷതകളാണ് മേൽ ഹദീസിലുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. ഇനി ഞാൻ ആദ്യം കേൾപ്പിച്ച ഹദീസിലുള്ളതോ, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഖബ്ലൽ അസ്രി 4 റക്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന് മുമ്പ് 4 റക്അത്തുകൾ നിസ്കരിക്കാറുണ്ട്. ഈ ഹദീസ് അനുസരിച്ച് ഇത് ലൈസത്തി റവാത്തീബ്, ഇതെന്തല്ല റവാത്തീബ് നിസ്കാരങ്ങളല്ല, മറിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തിൽപ്പെട്ട നിസ്കാരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുന്നത്തായ നിസ്കാരങ്ങൾ. സവിശേഷത എന്താ? യഫ്സിലു ബൈനഹുന്ന, ആ 2 റക്അത്തിന്റെ ഇടയിൽ, 4 റക്അത്ത് നിസ്കരിക്കുന്ന 2 റക്അത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് പിരിയുന്നത് എങ്ങനെയെന്നറിയോ? ബിത്തസ്ലീമി, സലാം പറഞ്ഞുകൊണ്ടാണ്. അലൽ മലായികത്തുൽ മുഖറബീൻ, അല്ലാഹുവിന്റെ ഖുർബത്ത്, സാമീപ്യം സിദ്ധിച്ച മലായികത്തുകൾക്കും വമൻ തബിഅഹും മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, മുസ്ലിമുകളും മുഅ്മിനുകളും ആയി ആ വഴിത്താര സ്വീകരിച്ച അനുധാവനം ചെയ്തവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രത്യേകമായ ഒരു സീഗയോ രൂപമോ അല്ലെങ്കിൽ തസ്ലീം പറയുന്നതിന്റെ ശൈലിയോ ഒന്നും ഹദീസിൽ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ഇങ്ങനെ പറയാവുന്നതാണ്: അസ്സലാമു അലൈക്കും യാ മലായികത്തുൽ മുഖറബീൻ വമൻ തബിഅഹും മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ എന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് ആ 2 റക്അത്തുകൾക്കിടയിൽ, 4 റക്അത്തുകൾക്കിടയിലുള്ള 2 റക്അത്തിനെ പിരിഞ്ഞ് പിന്നെ അടുത്ത നിസ്കാരത്തിലും സലാം വീട്ടും. ഇങ്ങനെ 2 സലാം വീട്ടലുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇതെന്തെല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് ഉപേക്ഷിക്കാവുന്നത് അല്ല. സമയവും സാഹചര്യവും കിട്ടുമ്പോൾ ഒരു സത്യവിശ്വാസി എന്തെല്ലാം നന്മകൾക്ക് ഇടം കിട്ടുന്നുവോ ആ ഇടത്തിലൊക്കെ അവനവന്റെ നന്മകൾ പരിപോഷിപ്പിക്കുവാനും കൂടുതൽ റബ്ബുമായി മുനാജാത്ത് ചെയ്യാനുള്ള അവസരം, അതിനേക്കാൾ മറ്റൊരു നന്മയോ മറ്റൊരു സുന്നത്തോ ഇല്ല എന്നുള്ളത് റസൂൽ പഠിപ്പിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബിനോട് നേർക്കുനേരെ തന്റെ മനസ്സ് തുറക്കാൻ ഒരു 2 റക്അത്ത് കിട്ടിയാൽ, അത് 4 കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ. അങ്ങനെ കൂടുതൽ സുജൂദിന്റെ ആളുകളായി മാറാൻ, സ്വലാത്തിന്റെ ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതുമായ ഹദീസിന്റെ പിൻബലത്തിൽ
അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന രൂപത്തിലുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ നമ്മുടെ മജ്ലിസിലുള്ളവരും ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവരുമായ രോഗികളുണ്ട്. ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജലും കാമിലുമായ ശിഫയും ആഫിയത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളായ കൃഷി, വ്യാപാരം, വ്യവഹാരം, ഏർപ്പാടുകൾ, ജോലി, കൂലിപ്പണി തുടങ്ങിയ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ മുത്തഖീകളായി തുടരാനും മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടി പറയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.